ഹായ് വിശിഷ്ട അതിഥികളെ, ഞങ്ങൾ ധനുഷ്കോടിയിലാണ്. ധനുഷ്കോടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ നിന്ന് വാങ്ങുവാനായിട്ട് കഴിയും. സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള കക്കത്തോട്, ചിപ്പിത്തോട്, ശംഖ് മുതലായ ഉൽപ്പന്നങ്ങളാൽ തയ്യാറാക്കിയ കരകൗശല ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും നമുക്ക് വാങ്ങുവാനായിട്ട് കഴിയും. ഈ മനോഹരമായ വിസ്മയ കാഴ്ചകൾ ഒരുക്കിയാണ് ധനുഷ്കോടി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത്. ഈ മണൽപ്പരപ്പിൽ കൂടി നടക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞ ഒരിടമാണിത്. ഒരു കാലത്ത് ഒരുപാട് പേരുടെ കണ്ണുനീരും വേർപ്പും കൊണ്ട് പടുത്തുയർത്തിയ പല കെട്ടിടങ്ങളും ഇന്നിവിടെ നാനാവിശിഷ്ടമായിട്ട് കിടക്കുന്നത് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ഇവിടെ താമസിക്കുന്ന ഓരോ മനുഷ്യരോടും ചോദിക്കുമ്പോൾ അവരുടെ ഹൃദയം അലിയിക്കുന്നതായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോകുന്നു. ഒരുപാട് കുഞ്ഞുങ്ങൾ ഓടി നടന്ന ഒരിടമായിരുന്നു ഈ സ്ഥലം. പക്ഷേ ഒരു രാത്രി കൊണ്ട് ആ നാട് മുഴുവനും കടലിൻ്റെ അടിയിലായ സംഭവമാണ് മനസ്സിൽ ഓടിയെത്തുന്നത്. ഇവിടെയുള്ള ഓരോ മണൽത്തരികളും പറയുന്നു ആ കണ്ണുനീരിൻ്റെ കഥകൾ. ഇവിടുത്തെ ബോർഡുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് 1964 ഡിസംബർ 23 ഉണ്ടായ ചുഴൽക്കാറ്റിൽ ഈ നാട് മുഴുവനും നാശത്തിലേക്ക് പോവുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം ആ ചുഴൽക്കാറ്റിൽ മരണപ്പെടുകയുണ്ടായി. സമുദ്രം മുഴുവനായിട്ട് ഈ ധനുഷ്കോടിയെ വിഴുങ്ങി. വളരെ വേദനിപ്പിക്കുന്ന ഈ തിക്താനുഭവം ആ നാട്ടിലെ നാട്ടുകാർ പറയുന്നത് വളരെ വേദനയോടെയാണ്. മുഴുവൻ കുടുംബത്തെയും ഈ കടൽ വിഴുങ്ങി. നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദേവാലയം അന്നുണ്ടായ, അതായത് 1964 ഡിസംബർ 23 ചുഴൽക്കാറ്റിൽ തകർന്ന ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ചുഴൽക്കാറ്റിൽ തകർന്ന ആ ദേവാലയത്തിൻ്റെ മുൻപിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അൾത്താരയാണ് നാം ഇവിടെ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ആലയമായിരുന്നു അന്ന് ആ ധനുഷ്കോടിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ചുഴൽക്കാറ്റ് മുഴുവനായിട്ട് നശിപ്പിച്ചു. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ച സംബന്ധമായിട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.